വ്യാപകമായി പടരുന്ന അനധികൃത മദ്യവിൽപ്പന ഇല്ലാതാക്കാൻ എക്സൈസുകാർ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കള്ളിച്ചെത്ത് തൊഴിലാളി 13-ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സംസ്ഥാന കള്ളിച്ചെത്ത് മദ്യവ്യവസായ തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം CITU ജില്ലാ സെക്രട്ടറി VP സക്കറിയ ഉദ്ഘാടനം ചെയ്യും. എക്സൈസ് ഉദ്യോഗസ്ഥരിൽ ചിലർ കള്ളുഷാപ്പുകൾ അടപ്പിക്കുന്നതിനു വേണ്ടി നടത്തുന്ന നീക്കം അവസാനിപ്പിക്കുക, മുഴുവൻ കള്ളുഷാപ്പുകളും തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വതന്ത്രമായി സ്വീകരിക്കുക, കള്ളുഷാപ്പുകൾ ലൈസൻസുകൾ ഏറ്റെടുത്ത് നടത്തുന്നതെങ്കിൽ അത്തരം ഷാപ്പുകൾ തൊഴിലാളി കമ്മിറ്റികൾക്ക് നടത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുക, കള്ളുഷാപ്പുകൾക്ക് 5 വർഷത്തേക്ക് ലൈസൻസ് നൽകുക, പുതിയ നിയമം കൂലി പ്രഖ്യാപിക്കുന്നതിനാവശ്യമായ നടപടി ആരംഭിക്കുക, ടോഡി ബോർഡിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തുക ബഡ്ജറ്റിൽ വകവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് മലപ്പുറത്ത് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസുകൾക്ക് മുൻപിൽ മാർച്ചും ധർണയും നടക്കുന്നത്. ഒന്നാമത്തെ ലേലത്തിൽ പോയിട്ടില്ലെങ്കിൽ രണ്ടാമത് വീണ്ടും 15 ദിവസം കൊടുക്കും. അപ്പോഴത്തേക്ക് ഈ കള്ളുഷാപ്പിലെ തൊഴിലാളികളൊക്കെ ഓരോ വഴിക്കും ആ 1 മാസം കാലം കാത്തിരിക്കണം. അപ്പൊ ആ കാത്തിരിപ്പില്ലാതെ ലൈസൻസ് ഒഴിവാക്കിയാൽ അപ്പൊ തന്നെ തൊഴിലാളി കമ്മിറ്റിക്ക് കൊടുക്കാം. ആ തൊഴിലാളി കമ്മിറ്റിക്ക് കൊടുക്കണമെങ്കിൽ ഇവരിവിടുന്ന് റിപ്പോർട്ട് അയക്കണം. KP കുഞ്ഞിമോൻ, M സനിൽകുമാർ, അഡ്വക്കേറ്റ് കീശ്ശേരി പ്രഭാകരൻ, KR കൃഷ്ണൻകുട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.